ഹായ് ഹലോ, സിജിയാണ് കേട്ടോ. കൊലച്ചിൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ തന്നെ നമ്മൾ അഡീനിയം വളർത്താറുണ്ട് അല്ലേ. അഡീനിയം എന്ന് പറയുന്നത് ഡെസേർട്ട് റോസ് എന്നൊക്കെ വിളിപ്പേരുള്ള ഒരു ചെടിയാണ്. നല്ല മനോഹരമായി നിറയെ പൂക്കളൊക്കെ ഉണ്ടാകുന്ന, മഴ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത ഒരു ചെടിയാണ് അഡീനിയം. പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന അഡീനിയം വളരെ കുറച്ച് മാത്രമേ വളരെ ബിഗ് കേഡക്സ് ഒക്കെ ആയിരുന്നു നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ നമുക്ക് ചെറിയ കേഡക്സ് ഉള്ള പ്ലാന്റിൽ എങ്ങനെ ബിഗ് കേഡക്സ് ഉള്ള പ്ലാന്റൊക്കെ ആക്കി വളർത്തിയെടുക്കാം, അതിനുള്ള കുറച്ച് ട്രിക്സുകളും വളങ്ങളും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായി തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ കയ്യിലിരിക്കുന്നതാ ഇത് ഒരു അഡീനിയത്തിൻ്റെ സീഡൊക്കെ ഇട്ട് മുളപ്പിച്ച ഒരു പ്ലാന്റ് ആണ്. കണ്ടറിയാം, ഇതിൻ്റെ കേഡക്സ് ഒക്കെ വളരെ തന്നെ ചെറുതാണ്. പക്ഷേ കേഡക്സ് ഇതുപോലെ നല്ല ബലൂൺ പോലെ ആകാൻ സ്റ്റാർട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തൊക്കെ ട്രിക്കുകൾ കൊടുത്താൽ ഇതിനെ നമുക്ക് നല്ല ബിഗ് കേഡക്സ് ഒക്കെ ഉള്ള ഒരു പ്ലാന്റ് ആക്കി മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. ശരിക്കും ഈ അഡീനിയം പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്യാതെ ഒന്നും തന്നെ ചെയ്യാതെ വളർത്തി ഇത് ഒരിക്കലും ഇതിന് ബ്രാഞ്ചുകളൊന്നും തന്നെ ഉണ്ടാവില്ല. ഇതുപോലെ നീണ്ട് ഒരു ഭംഗിയുമില്ലാതെ ഇങ്ങനെ വളർന്നു പോവുകയും ചെയ്യും. പക്ഷേ ഇതിൽ നിറയെ പൂക്കളും ബ്രാഞ്ചുകളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കാണാൻ ഒരു ഭംഗിയുള്ളൂ. അത് മാത്രമല്ല, നമ്മുടെ ബോൺസായി പോലെയൊക്കെ വളർത്തണമെങ്കിൽ അതിൻ്റെ ഈ ഒരു കേഡക്സ് നല്ല ഭംഗി തിക്കായിട്ട് വളരെ ബിഗായിട്ട് വന്നിരുന്നെങ്കിൽ മാത്രമേ ഇത് കാണാൻ നല്ലൊരു ബോൺസായി ലുക്കൊക്കെ വരികയുള്ളൂ. അപ്പോൾ അങ്ങനെയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ കേഡക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ കണ്ടാൽ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ ഇതുപോലെ ബോൺസായി പോലെ നല്ല തിക്കായിട്ട് വളരണമെങ്കിൽ നമ്മളിതിനെ പ്രോപ്പറായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അതായത് വർഷത്തിൽ ഒരു തവണയെങ്കിലും നമ്മളിതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കുകയും അതേപോലെ തന്നെ റീപോർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പ്രൂൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇവിടെ നിന്ന് പുതിയ പുതിയ ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ഒരു ബ്രാഞ്ച് നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ അവിടെ നിന്ന് 2 ബ്രാഞ്ച് ഉണ്ടാകും. അങ്ങനെ നമ്മൾ ഓരോ ബ്രാഞ്ചിനെയും പ്രൂൺ ചെയ്ത് ഇതിനെ നല്ല നിറയെ ശിഖരങ്ങളുള്ള ഒരു ബോൺസായി പോലെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് ശിഖരങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിൽ നിറയെ പൂക്കളും ഉണ്ടാകും, കാണാൻ നല്ല ഭംഗിയുമായിരിക്കും. ഇതുപോലെ നല്ല കട്ടിയുള്ള കേഡക്സ് ആയിരിക്കും. അപ്പോൾ കേഡക്സിന് എന്തെങ്കിലും ചീയലോ എന്തെങ്കിലും രോഗം വന്നാൽ നമ്മൾ ഇതിനെ ഞെക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് നന്നായിട്ട് ഞെങ്ങും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ സാഫൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള നല്ല കട്ടിയായിട്ടുള്ള ഇത് വരാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ പ്രോപ്പറായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിനെ അടുത്തായിട്ട് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്താണ്. അപ്പോൾ ഇതിന് പുതിയ ബ്രാഞ്ചൊക്കെ വന്നിട്ടുണ്ട്. നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ പ്രൂൺ ചെയ്യുന്നതിന് തൊട്ട് താഴെ നിന്ന് പുതിയ ബ്രാഞ്ച്. അപ്പോൾ ഈ 2 ബ്രാഞ്ചിനെയും നമ്മൾ ഇനിയിപ്പം പ്രൂൺ ചെയ്ത് കൊടുക്കണം. നമ്മൾ നോക്കണം, ഇതിനെ ബ്രാഞ്ചിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 3-4 ഇതുപോലത്തെ ഇലയുടെ നോഡ് വരുന്നിടത്തുനിന്ന് മുകളിൽ വെച്ച് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ. ഈ ഒരു നോഡ് കണ്ടില്ലേ, ഇതുപോലെ കാണുന്ന ഈ നോഡിൽ നിന്നായിരിക്കും പുതിയ ഒരു ബ്രാഞ്ചിൻ്റെ കിളിർപ്പുണ്ടാകുന്നത്. അപ്പോൾ 1, 2, 3 എണ്ണം വിട്ടിട്ട് വേണം നമ്മളിതിനെ കട്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പുതിയ 2 ബ്രാഞ്ച് വീതം വരും. ഈ ഒരു പ്ലാന്റിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിനെ ഒരു തവണ പ്രൂൺ ചെയ്തതാണ്. പ്രൂൺ ചെയ്തപ്പോൾ ഇതുപോലെ 3 ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 ബ്രാഞ്ചിനെയും നമ്മൾ പ്രൂൺ ചെയ്യണമെങ്കിൽ വീണ്ടും ഓരോ ബ്രാഞ്ചിനും ഈ 2 ശിഖരം വെച്ച് വരും. അപ്പോൾ ഇത് കൂടുതൽ ബുഷായി അങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, നമ്മൾ പറഞ്ഞു ഇതിനെ നമുക്ക് തിക്കാക്കിയെടുക്കാൻ ഇതിനെ ഇതിൽ നിന്ന് ഉയർത്തി വെച്ച് കൊടുക്കുക. ഓരോ തവണയും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിനെ ഇതിൽ നിന്ന് ഉയർത്തി നമ്മൾ കുറച്ച് പോട്ടി മിക്സ് ഒക്കെ കൊടുത്ത് നന്നായിട്ട് പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല ഭംഗിയിൽ ഇത് വളർന്നു വരും. അപ്പോൾ ഇതിനെ പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കേണ്ടത് നല്ല നീറ്റായിട്ടുള്ള കത്തിയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മുടെ നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന കത്തിയോ മറ്റോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം. ഒന്നുകിൽ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് തീയിലോ മറ്റോ ഒക്കെ കാണിച്ച് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനെ കട്ട് ചെയ്യാൻ. ഞാൻ സാധാരണയായിട്ട് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ബ്ലേഡില്ലേ, നല്ല മൂർച്ചയുടെ പുതുതായിട്ട് എടുക്കുന്ന ബ്ലേഡാണ്. അത് വെച്ചാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാം. പ്രത്യേകിച്ച് നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും തന്നെ വരുമെന്ന് പേടിക്കുന്നില്ല. പിന്നെ മെയിനായിട്ടും കട്ട് ചെയ്യുമ്പോൾ അഡീനിയം പ്ലാന്റുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ചീയൽ. അപ്പോൾ ആ ചീയൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും വേണം. ഇതുപോലെ നമ്മൾ നല്ല വാവട്ടമുള്ള അധികം ഡീപ്പ് അല്ലാത്ത പോട്ടിലാണ് നമ്മൾ അഡീനിയം പ്ലാന്റ് നട്ടിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പുതിയ പോട്ടിലോട്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ മണ്ണെല്ലാം നന്നായിട്ട് ഇളക്കി നമ്മൾ നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കി ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ കാണാം. ഇനി അതല്ല, നമുക്ക് ഇതുപോലെ ഇതിനെ നന്നായിട്ട് ബിഗാക്കി എടുക്കണമെങ്കിൽ വേറൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഈ മണ്ണിൽ നിന്ന് കുറച്ച് ഉയർത്തി വെച്ച് കൊടുക്കും. അപ്പോൾ എത്രത്തോളം നമ്മൾ ഓരോ തവണയും ഉയർത്തി വെക്കുന്നു അതിനനുസരിച്ച് ഇതിൻ്റെ ഈ കേഡക്സ് ബിഗായി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ ബ്ലേഡാണ് ഇത് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് സ്റ്റെറിലൈസ് ചെയ്യേണ്ടതിൻ്റെ ഒന്നും ആവശ്യമില്ല. 5-6 പീസ് 5 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു 3-4 നോഡ് വിട്ടതിന് ശേഷം ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ എല്ലാ വർഷവും 1-2 തവണ നമുക്ക്
പ്രൂൺ ചെയ്യാം. ഇതുപോലെ പ്രൂൺ ചെയ്യാം. ഹാർഡ് പ്രൂണിങ്ങും സോഫ്റ്റ് പ്രൂണിങ്ങും ഉണ്ട്. ഈ ഒരു സെപ്റ്റംബർ മാസത്തിലൊക്കെ നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ജനുവരി ഫെബ്രുവരിയോടുകൂടി നമുക്ക് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ മാർച്ചിലേക്ക് ഒത്തിരി പൂക്കളായി കിട്ടും. അപ്പോൾ ഈ കട്ട് ചെയ്ത പാർട്ടുകളൊന്നും തന്നെ നമുക്ക് കളയേണ്ട, പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലൊരു ഫംഗിസൈഡ്, ഏത് ഫംഗിസൈഡ് ആയാലും മതി, നമ്മുടെ അഡീനിയം ചെടികൾ വളർത്തുമ്പോൾ തീർച്ചയായും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ വെള്ളത്തിൽ കലക്കി പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത ഭാഗത്തെല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി ഇതുപോലെ ഡയറക്റ്റ് ഫംഗിസൈഡ് അല്ല അപ്ലൈ ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമില്ല, പകരം നമുക്ക് മെഴുകുതിരിയോ മറ്റുമൊക്കെ ഉരുക്കി ആ ഒരു ഭാഗം ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. ചിലർക്ക് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നതായും കാണാറുണ്ട്. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ വെള്ളമൊക്കെ വീണ് അവിടെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അടിയിൽ നല്ല ഭംഗിയുള്ള ബോൺസായി ആയിട്ടിരിക്കണമെങ്കിൽ ചുവട് ഭാഗത്ത് ഇതുപോലുള്ള വേരുകളൊക്കെ ഒരു അഭംഗി തന്നെയാണ്. ഇങ്ങനെയുള്ള വേരുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. എങ്കിൽ മാത്രമേ ആ ചുവട് ഭാഗത്തെ കോഡക്സ് ഒക്കെ നല്ല ഭംഗിയിലിരിക്കത്തുള്ളൂ. അപ്പോൾ ആവശ്യമില്ലാത്ത വേരുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നതോടൊപ്പം തന്നെ അവിടെ നമ്മൾ ഫംഗിസൈഡ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ വെള്ളമൊക്കെ വീണ് ചീഞ്ഞു പോകും. പ്രൂൺ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇതിന് നല്ല ഒരു ഫെർട്ടിലൈസർ നൽകണം. ഓർഗാനിക് ഫെർട്ടിലൈസറോ അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസറോ നൽകാം. ഞാനിവിടെ ഈക്വൽ അളവിൽ ഉണക്ക ചാണകപ്പൊടിയും അതേപോലെ എല്ലുപൊടിയും പിന്നെ കുറച്ച് നമ്മുടെ വേപ്പൻ പിണ്ണാക്കും കൂടിയാണ് എടുക്കുന്നത്. ഇനി ചാണകപ്പൊടിക്ക് പകരം നമുക്ക് കമ്പോസ്റ്റും എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാം. വേപ്പൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുവട്ടിലുണ്ടാകുന്ന കീടങ്ങളുടെ ആക്രമണമൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മണ്ണിലെ വേരിന് ഒന്നും കംപ്ലൈൻറ്റ് ഒന്നും വരാത്ത രീതിയിൽ ഒന്ന് ചൂടിളക്കിയതിന് ശേഷം വേണം നമ്മൾ ഇതിട്ട് കൊടുക്കാൻ. ഇനി ഇതിന് പകരം നമുക്ക് NPK 19 ഇട്ട് കൊടുക്കാം. ഇനി ഇതിനോടൊപ്പം കുറച്ച് NPK, നമ്മളൊരു നുള്ള് NPK ഇതിൻ്റെ ചുറ്റിനായിട്ട് ഇട്ട് കൊടുത്താലും നല്ല കരുത്തോടു കൂടി പുതിയ ബ്രാഞ്ചസുകളൊക്കെ വന്ന് കിട്ടും. ഇതിൽ പുതിയ ബ്രാഞ്ചസുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് DAP വളം ഇട്ട് കൊടുക്കാം. DAP നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അതോടൊപ്പം പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാതിരിക്കാനും DAP വളരെ നല്ല ഒരു ഫെർട്ടിലൈസറാണ്. ഇനി ഇതുപോലെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ചെടിയെ മണ്ണിൽ നിന്ന് ഒന്ന് ഉയർത്തി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഉടനെ തന്നെ ഇത് ചെയ്യുന്നില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഉയർത്തി വെക്കുകയാണെങ്കിൽ അതിൻ്റെ താഴോട്ടുള്ള വേരുകൾ വീണ്ടും വീണ്ടും നല്ല ശക്തിയിൽ തിക്കായിട്ട് വളരുകയും ചെയ്യും. നല്ല ഒരു ബോൺസായി ആയിട്ട് നല്ല ബിഗ് ബലൂണൊക്കെ വീർപ്പിച്ചതുപോലെ ഇതിൻ്റെ ഈ ഒരു കോഡക്സ് വളർന്നു വരികയും ചെയ്യും. ഇനി നമ്മൾ ചെടിയെ ഉയർത്തി വെക്കുകയാണെങ്കിൽ 1-2 ദിവസമൊക്കെ നമ്മൾ തണലത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഇതിനെ നമ്മൾ നല്ല വെയിലത്ത് വെക്കാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാനിതിനെ ഈ മണ്ണിൽ നിന്ന് ഉയർത്തി വെക്കാത്തത് കൊണ്ട് തന്നെ ഇതിനെ നല്ല വെയിലത്താണ് ഇനി വെക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല വെയിൽ വേണം ഈ ഒരു അഡീനിയം പ്ലാന്റിന് നിറഞ്ഞ് പൂക്കുന്നതിന്. ഡെസേർട്ട് റോസ് എന്ന് തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല വെയിലുള്ള ഭാഗത്ത് വേണം ഈ ഒരു ചെടി നമ്മൾ വെച്ച് വളർത്തുവാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു 3 അഡീനിയത്തിനെയും നല്ല ഹാർഡ് പ്രൂണിംഗ് ഒക്കെ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുത്ത് ഇനി വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഒരു വെയിലത്തുള്ള ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല പുതിയ ബ്രാഞ്ചൊക്കെ വന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ബ്രാഞ്ചുകളൊന്നും തന്നെ നമ്മൾ കളയണ്ട. ഇതിനെ നമുക്ക് പുതിയ പ്ലാന്റുകളാക്കി വളർത്തിയെടുക്കാം. അതിനായിട്ട് ഇതിൻ്റെ ചുവട് ഭാഗം നല്ല ഈ സാഫിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം 1-2 ദിവസം ഷെയ്ഡിലിട്ടിട്ട് നമ്മൾ നടുന്നതായിരിക്കും പെട്ടെന്ന് എല്ലാ പ്ലാന്റും മുളച്ച് കിട്ടുന്നതിന് സഹായിക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഡയറക്റ്റ് നട്ടു കൊടുക്കുകയാണ്. അപ്പോൾ വളങ്ങളൊന്നും ചേർക്കാത്ത പ്ലെയിൻ മണ്ണിൽ വേണം നമ്മൾ നട്ടു കൊടുക്കാൻ. പ്ലെയിൻ മണലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ മണലെടുത്തതിന് ശേഷം അതിനെ ഒന്ന് നനച്ച് കൊടുക്കുക. നനച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ചെടിയെ അതിലോട്ട് കുത്തി ഇറക്കാൻ പാടില്ല. ഇതുപോലെ ഒരു കുഴി ഉണ്ടാക്കിയതിന് ശേഷം അതിലോട്ട് ഓരോ കട്ടിങ്സും വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കട്ടിങ്സ് വെച്ച് കഴിഞ്ഞാൽ സെയിം ഫ്ലവേഴ്സ് തന്നെ ഉണ്ടാകും, പക്ഷേ അതിൻ്റെ ചുവട് ഭാഗം ഒരിക്കലും ആ ഒരു ബോൺസായി പോലെ ആവില്ല. അപ്പോൾ ഇങ്ങനെ നട്ടതിന് ശേഷം നമ്മൾ ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു പ്ലാന്റ് കിട്ടും. നിറയെ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും, പക്ഷേ ബോൺസായി രൂപത്തിലാകില്ല എന്ന് മാത്രം. അപ്പോൾ അഡീനിയം പ്ലാന്റിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ഫ്രം സിഗിനിയസ്. താങ്ക് യു ഫോർ വാച്ചിങ്.